ഇടുക്കിയിലെ വിവിധ വൈദ്യുത പദ്ധതി പ്രദേശങ്ങളിലെ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം സർക്കാരിന് സമർപ്പിച്ചു. അണക്കെട്ടുകളുടെ പരമാവധി സംഭരണശേഷിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ പട്ടയം കൊടുക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് റിപ്പോർട്ടെന്നാണ് സൂചന. കല്ലാർകുട്ടി, ചെങ്കുളം, പൊന്മുടി എന്നീ അണക്കെട്ടുകളുടെ പരമാവധി സംഭരണ ശേഷിയിൽ നിന്ന് 10 ചെയിൻ വരെയും ഇടുക്കി പദ്ധതി പ്രദേശത്തെ 3 ചെയിൻ വരെയുള്ള ഭാഗത്തെ കൈവശക്കാർക്കുമാണ് ഇനിയും പട്ടയം നൽകാനുള്ളത്. കല്ലാർകുട്ടിയിൽ 1403 പേരും ചെങ്കുളത്ത് 222 പേരും ഇടുക്കി പദ്ധതി പ്രദേശത്തെ അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ഉപ്പുതറ എന്നീ വില്ലേജുകളിലായി 1502 പേരുമാണ് പട്ടയത്തിനായി അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുന്നത്. പൊന്മുടിയിൽ 100ഓളം പേരുമുണ്ട്. ഇവിടങ്ങളിൽ പട്ടയം നൽകുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ റവന്യൂ, വൈദ്യുതി, ജലവിഭവ വകുപ്പ് മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് 3 വകുപ്പുകളും സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തി. ഇടുക്കി പദ്ധതി പ്രദേശത്ത് 10 ചെയിനിൽ 7 ചെയിൻ ഭാഗത്തുള്ളവർക്ക് മുൻപ് പട്ടയം അനുവദിച്ചിരുന്നു. അതേസമയം 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് ഹൈക്കോടതി ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ലാൻഡ് യൂസ് കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ ഉൾപ്പെടെ ഇവിടെ ഈ കളക്ടറേറ്റിൽ യോഗം ചേർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു ജോയിന്റ് ഇൻസ്പെക്ഷന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ KSEB, വനം വകുപ്പും റവന്യൂ വകുപ്പും എല്ലാം കൂടി ജോയിന്റ് ഇൻസ്പെക്ഷന് ചുമതലപ്പെടുത്തി. ആ ജോയിന്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നത് അത് കുറേയേറെ പ്രദേശങ്ങളിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ്. ഇപ്പം 10 ചെയിൻ പ്രദേശങ്ങളിലൊന്നും പ്രശ്നമില്ല, 7 ചെയിൻ വരെയുള്ള നേരത്തെ കൊടുത്തതായിട്ടുമാണ് അന്നത്തെ ചർച്ചയിൽ മനസ്സിലാക്കിയത്. പിന്നെ ഈ ജോയിന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ട് ഗവൺമെന്റ് അത് ആക്സെപ്റ്റ് ചെയ്തതിനനുസരിച്ചാണ് ഇത് കൊടുക്കാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ അത് ചെയ്യുമെന്നാണ്. അത് ഹൈക്കോടതി വിധി പ്രകാരമുള്ള നമ്മുടെ 64 റൂൾസിന്റെ പട്ടയത്തിലും നമ്മുടെ ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. പട്ടയം നൽകുന്നതിനുള്ള കോടതി വിലക്ക് നീക്കാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് കർഷക സംഘടനകളുടെ ചോദ്യം. 2020 കട്ടപ്പനയിൽ പട്ടയമേളയ്ക്കെത്തിയ അന്നത്തെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ അണക്കെട്ടുകളുടെ 3 ചെയിൻ മേഖലയിലെയും പട്ടയം നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. 10 ചെയിൻ മേഖലയിൽ പട്ടയം നൽകാൻ വൈദ്യുതി വകുപ്പിന് എതിർപ്പില്ലെന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രി MM മണിയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പദ്ധതി പ്രദേശങ്ങളിൽ പട്ടയം അനുവദിക്കുന്നതിൽ വൈദ്യുതി വകുപ്പ് പാര വെച്ചതാണ് പ്രതിസന്ധിയായത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.